കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീയും ഹരിപ്രിയയും ഒരുമിച്ച് പിറന്നവരല്ലേ? നീയില്ലെങ്കിലും ഹരിപ്രിയ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഈ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കാൻ പോവാ. അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ ഇന്നത്തേക്കാൾ നല്ലൊരു ദിവസം വേറെയില്ല. അവൾക്കുള്ള നമ്മുടെ സമ്മാനവും ഇന്ന് കൊടുക്കാം, അല്ലേ? അപ്പൊ നമ്മൾ തീരുമാനിക്കുന്നു, ഈ പിറന്നാൾ നിനക്കുള്ള എന്റെ ഡെഡിക്കേഷനാ. അത് ശരി. അപ്പൊ പഴയതൊന്നും മറന്നിട്ടില്ലല്ലേ? ആ ഹരിപ്രിയ എനിക്ക് പാരയാവൂന്നുള്ളത് ഉറപ്പാ. ഈ പിറന്നാൾ എങ്ങനെയെങ്കിലും പൊളിക്കണം. കമലേച്ചി, നമുക്ക് വൈകിട്ടൊന്ന് അമ്പലത്തിൽ പോയാലോ? അതിനെന്താ, പോകാം. അല്ല, ഇന്നെന്താ വിശേഷം? ഒരു വിശേഷം ഉണ്ട്. ഹരിപ്രിയ, മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണോ? അതെ, എന്റെ മാത്രമല്ല, സുപ്രിയയുടെ. ഏട്ടൻ ഇപ്പോഴും സുപ്രിയയുടെ പിറന്നാൾ ഓർക്കാറുണ്ടോ? മറക്കാൻ പറ്റിയിട്ടില്ല. പിറന്നാൾ മാത്രമല്ല, ഒന്നും. പക്ഷേ മനഃപൂർവ്വം ഓർക്കാറില്ലെന്നേ ഉള്ളൂ. എന്തായാലും നിന്റെ ഈ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത്. വൈകിട്ട് അമ്പലത്തിൽ ഞാൻ കൊണ്ടുപോകും. റെഡിയായിരുന്നു? ഡികെയുടെ ഉള്ളില് സുപ്രിയോട് ഇപ്പോഴും സ്നേഹമുണ്ട്. പക്ഷെ അത് അനുഭവിക്കാൻ സുപ്രിയ ജീവിച്ചിരിപ്പില്ലല്ലോ. പറഞ്ഞൂടെ നിനക്ക് നീ സുപ്രിയാണെന്ന്? പറ്റുന്നില്ല കമലേച്ചി. ജ്യോതിയെ വിഷമിപ്പിക്കാൻ വയ്യ. അത് മാത്രമല്ല, ഞാൻ സുപ്രിയാണെന്നറിഞ്ഞ ഡികെയുടെ മാനസികാവസ്ഥ എന്താവും? ജ്യോതിയെ ഉപേക്ഷിക്കാനും എന്നെ സ്വീകരിക്കാനും കഴിയാതെ ചങ്ക് പൊട്ടില്ല ആ പാവത്തിന്റെ. അതിന് നമ്മൾ ജ്യോതിയുടെ ജീവിതം തട്ടിയെടുക്കാനല്ലല്ലോ വന്നത്. അതുകൊണ്ട് പറയുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. എന്താ, വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. വേണ്ട, ആരും ഒന്നും അറിയാതെ നമുക്ക് തിരിച്ചു പോണം ചേച്ചി. ഞാൻ സുപ്രിയാണെന്നറിഞ്ഞ ഈ വീടിന്റെ താളം മുഴുവനും തെറ്റും. സന്തോഷം പോവും. ചിലപ്പോ ജ്യോതി ആത്മഹത്യ ചെയ്യും. ഡികെ പഴയ ഭ്രാന്താവസ്ഥയിലേക്ക് പോയെന്നും വരാം. അങ്ങനെയൊന്നും സംഭവിക്കരുത്. ഡികെയുടെ സന്തോഷം എന്നും നിലനിൽക്കണം. അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത്രയ്ക്ക് ത്യാഗം സഹിച്ചത്. പക്ഷേ ഒരിക്കലെങ്കിലും ഡികെ സത്യം അറിയണ്ടേ? ജീവനെ പോലെ സ്നേഹിച്ച നിന്റെ ഭർത്താവിനെ ഇനിയും മറ്റൊരുത്തിക്ക് വിട്ടുകൊടുക്കണോ? ആലോചിക്കേ. കമലേച്ചി എന്തേ? ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അതെ, ഇന്നൊരു വിശേഷമുണ്ട്. എന്ത് വിശേഷം? ഇന്ന് ഹരിപ്രിയയുടെയും സുപ്രിയയുടെയും ബർത്ത്ഡേ. നമുക്കത് ആഘോഷിക്കണം. ആണോ? ബ്യൂട്ടിഫുൾ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബെറ്റി. താങ്ക് യു അമ്മ. നമുക്കിത് എന്തായാലും അടിച്ചു പൊളിക്കണം. മൈ സൺ, വേണ്ട അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണം കേട്ടോ.
ഈ പിറന്നാളെ നമുക്ക് സൂപ്പർ ആക്കണം. ആ അതിന്റെ ആവശ്യമൊന്നും ഇല്ലമ്മേ. അതെന്താ ആവശ്യമില്ലാത്തത്? അതൊന്നും ഹരിപ്രിയക്ക് ഇഷ്ടാവില്ല അമ്മേ. ആര് പറഞ്ഞു? അവക്കതൊക്കെ ഇഷ്ടമാ അല്ലേ മോളെ? എന്തായാലും നമുക്കിത് അടിച്ചു പൊളിക്കണേ കേട്ടോ. ഹരിപ്രിയയുടെ സുപ്രിയയുടെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാൻ പോകുന്നു പോലും. ഈ ഹിറ്റ്ലറിന്റെ ഉള്ളിൽ നിന്ന് ആ സുപ്രിയ ഇതുവരെ പോയില്ലേ? പശുവും ചത്തു, മോരിലെ പുളിയും പോയി, എന്നിട്ട് പിറന്നാൾ ആഘോഷിക്കാൻ നടക്കുക. ഹരിപ്രിയ വന്നത് പിന്നെ ആ കൊച്ചിനിക്കാരൻ എന്നോട് പഴയ സ്നേഹവും ഇല്ല. എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ച് തിന്നാൻ പറ്റും. ഇങ്ങനെ പോയാ ഹരിപ്രിയ സുപ്രിയയുടെ സ്ഥാനത്ത് കയറിയിരിക്കും. എന്റെ കാര്യം അതോടെ ക്ലോസ്. ഹിറ്റ്ലറിന്റെ സ്നേഹം തിരിച്ചു പിടിച്ചേ പറ്റൂ. അതിനെന്താ ഒരു വഴി? ഞാൻ ആലോചിച്ച് വെച്ചൊരു വഴിയുണ്ട്. അതങ്ങ് ചെയ്താലോ? പിടിക്കപ്പെട്ട അതോടെ എന്റെ കഥ തീരും. ആ വഴി തന്നെ പിടിക്കാം. പിറന്നാൾ ഫംഗ്ഷനിൽ എല്ലാവർക്കും മുന്നിൽ വെച്ച് ഞാൻ ആ നമ്പർ അങ്ങ് പ്രയോഗിക്കാൻ പോവാ. അതോടെ അമരാവതി മൊത്തം ഫ്ലാറ്റ് ആവും. പത്മാവതി അമ്മയും ഹിറ്റ്ലറും എല്ലാം എന്റെ ഇഷ്ടത്തിന് തുള്ളിച്ചാടും. അതോടെ ഹരിപ്രിയ ഔട്ട്, ജ്യോതി ഇൻ. ബേട്ടി, എന്താ ഇങ്ങനെ കുന്തപിഴിങ്ങായിരിക്കുന്നത്? Tell me, what happened? ഒന്നുമില്ലമ്മ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇരുന്നു പോയെന്നുള്ളൂ. I come and ask a question. എന്താ അമ്മ? You cooking cake? എന്താ? ഹരിപ്രിയയുടെ പിറന്നാളിനുള്ള കേക്ക് നീ തന്നെ ഉണ്ടാക്കണം. ഞാനോ? എനിക്കെങ്ങും വയ്യ. അത് മാത്രമല്ല ഞാൻ ഇങ്ങോട്ട് നോട്ട് ടെല്ലി, ഐ ടെൽ യു ഒബേ. ഓക്കെ? ശരി അമ്മ പറ. നീ അവിടെ ഇരുന്നേ. ബേട്ടി, ഹരിപ്രിയയുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് സുപ്രിയയുടെ ബർത്ത്ഡേയും കൂടെയാ. മേക്ക് എ ഗുഡ് കേക്ക്. യുവർ ഹസ്ബൻഡ് ലവ്. നീ നല്ലൊരു കേക്ക് അങ്ങോട്ട് ഉണ്ടാക്ക. നിന്റെ ഹസ്ബൻഡ് ലവ് നിനക്ക് തിരിച്ചു കിട്ടും. സമ്മതിച്ചു. Then start a caking. Okay? ബേട്ടി, ഇതൊരു ഫൈറ്റാണ്. എന്റെ മോള് ജയിക്കണം. കാരണം അമരാവതിയുടെ മരുമകള് നീയാണ്. നീ മാത്രമാണ്. ദേ, അത് മറക്കരുത്. ഓക്കെ? ഓക്കെ. യെസ്, ഇത് തന്നെയാ വഴി. എന്റെ ഹിറ്റ്ലറിന്റെ ലവ് തിരിച്ചിട്ടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. ഈ കേക്കിന്റെ മധുരം ഞാൻ എന്റെ ലൈഫിന്റെ മധുരമാക്കി മാറ്റും. ഇതൊരു നല്ല വാർത്തയാണല്ലോ മൂർത്തി. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ജ്യോതി ഒരാളോട് പറയുന്നത് ഞാൻ കേട്ടതാ. അമരാവതിയിൽ വെച്ച് ആ ഹരിപ്രിയയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവുക. അതിന് കേക്കുണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാ ജ്യോതി വന്നത്. അങ്ങനെ അമരാവതിയിൽ പുതിയൊരാഘോഷം നടക്കാൻ പോകുന്നു. മൂർത്തി,
ഇത് നമുക്കങ്ങ് ഉപയോഗിച്ചാലോ? എങ്ങനെ? സന്തോഷമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കരച്ചിലാക്കി മാറ്റുന്ന സിമ്പിൾ മാജിക്. അത് വേണോ? ഉടനെ ഇങ്ങനെ ഒരു നീക്കം ആവശ്യമുണ്ടോ? ഇതുവരെ നമ്മൾ ഒരുപാട് പറഞ്ഞു, പക്ഷേ കാര്യമായിട്ട് ഒന്നും ചെയ്തില്ല. ഇനി അങ്ങനെയല്ല. അമരാവതിയില് ഒരു സന്തോഷം ഉണ്ടാവാൻ പാടില്ല. അതിനെ പറ്റിയ ഏറ്റവും നല്ല അവസരം ഇതാ. അല്ല, എന്താ നിങ്ങളുടെ മനസ്സിലുള്ള പ്ലാൻ? ഒരു വലിയ പ്ലാൻ. പക്ഷേ മൂർത്തിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. എനിക്കോ? അതെ മൂർത്തി, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. എങ്ങനെയുണ്ട് മൂർത്തി എന്റെ പ്ലാൻ? അല്ല, ഇത് വേണോ? ജീവൻ കൊണ്ടുള്ള കളിയാ. വേണം മൂർത്തി. ഇനി കാത്തിരിക്കാൻ വയ്യ. ഇത് സംഭവിച്ചേ പറ്റൂ. മൂർത്തി തന്നെ ഇത് ചെയ്യണം. ഓക്കെ, ഏറ്റു. ഇത് ഞാൻ ചെയ്തിരിക്കും. ഇത് വിജയിച്ചാൽ പിന്നെ നമ്മൾ ഇവിടെ നിൽക്കില്ല. നേരെ ബാംഗ്ലൂരിലേക്ക് പറക്കും. അവിടെ മൂർത്തിക്ക് ഞാനൊരു സിംഹാസനം ഒരുക്കി തരും. അവിടത്തെ രാജാവായിരിക്കും മൂർത്തി. മൂർത്തിയുടെ മനസ്സിലും അടക്കി വെച്ച പകയുടെ കനലുകള് ചാരമൂടി കിടപ്പില്ലേ? അതിനെ ഒന്ന് ആളി കത്തിക്കണ്ടേ മൂർത്തി? ആ തീയില് അമരാവതിയിലെ സർവ്വരും ഇരിഞ്ഞടങ്ങട്ടെ. അത് നിനക്ക് കാണണ്ടേ മൂർത്തി? കാണണം. അമരാവതിയിൽ നിന്നുയരുന്ന കൂട്ടക്കരച്ചിൽ എനിക്ക് കേൾക്കണം. ഞാനിത് ചെയ്തിരിക്കും. ആഹാ, ഇതിനി ആരുടെ മുഖത്തടിക്കാനാണോ എന്തോ? നല്ല ഭംഗിയുള്ള കേക്ക് അല്ലേ താരെ? ഞാൻ വിചാരിച്ചു നിനക്ക് ഈ കേക്ക് മുഖത്ത് തേക്കാൻ മാത്രമേ അറിയൂന്ന്. ഒരു കേക്കും കൊണ്ട് വന്നതിനല്ലേ നമ്മളിവിടെ അമ്മായിയമ്മയായിട്ട് അംഗീകരിക്കേണ്ടി വന്നത്. ഇന്നത്തെ ചടങ്ങിന് കേക്ക് ഉണ്ടാക്കാൻ നീ തന്നെയാ ബെസ്റ്റ്. ആ, ഒന്നുമില്ലെങ്കിൽ സുപ്രിയാന്റിയുടെ അനിയത്തിയല്ലേ ഹരിപ്രിയ. നീ എന്താ ഞങ്ങളെ കളിയാക്കിച്ചിരിക്കുന്നത്? അല്ല, ക്ഷീരമുള്ളൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണല്ലോ പ്രമാണം. നിങ്ങളും അത് തെറ്റിച്ചിട്ടില്ല. നീ വലിയ ഉപമയും ഉപന്യാസം ഒന്നും പറയണ്ട, അതൊക്കെ ഞങ്ങൾക്കും അറിയാം. ആഹാ, എന്നാ പിന്നെ താര ഈ സന്ദർഭത്തിന് പറ്റി ഒരെണ്ണം പറഞ്ഞേ നോക്കട്ടെ. എന്തേ, അറിഞ്ഞൂടെ? നീ അങ്ങനെ എന്നെ തോപ്പിക്കാൻ നോക്കണ്ട. ഓ, ഞെട്ടില്ല വട്ടയില്ല. ആഹാ, എന്താ മനസ്സിലായില്ലേ? ആ, പറ്റും പറ്റും പറ്റും. അല്ലേ വേണ്ട, വേറൊന്ന് പറയാം. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. താരേച്ചി ഇങ്ങനെ നാണം കെടുത്തല്ലേ? ഇതിനെക്കാളും ഭേദം കൊച്ചുപിള്ളേര്. അതെ, നമ്മുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നു. അതും നമ്മുടെ സുപ്രിയയുടെ ട്വിൻ സിസ്റ്റർ. അപ്പൊ പിന്നെ നമ്മൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കേണ്ടതല്ലേ? അല്ലേ ചിത്രേ?
അവൾക്ക് ചിലപ്പോ യാത്ര പോണം, സ്ഥലങ്ങളൊക്കെ കാണണം. അതിനെല്ലാം പിന്നെ ഏട്ടനുണ്ടല്ലോ. ഹിറ്റ്ലർ കൊണ്ടുപോകുന്നതാ അവൾക്കും ഇഷ്ടം. അതിനിടയിൽ ദേ വന്നേക്കുന്നു അവളുടെ പിറന്നാള്. ബർത്ത്ഡേ കേക്ക് വേണമെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ അതാണോ അതിന്റെ ശരി? വാങ്ങിക്കൊടുക്കുന്ന കേക്കിനകത്ത് സ്നേഹമുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല. എന്നാ നമ്മളത് നമ്മുടെ കൈകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലോ? നമുക്ക് ഹരിപ്രിയോടുള്ള സ്നേഹം മുഴുവനും പ്രകടിപ്പിക്കാൻ പറ്റില്ലേ? അതുകൊണ്ടാ ഞാൻ ഈ കേക്ക് എന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോ ഹരിപ്രിയയോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ ഈ കേക്ക് ഉണ്ടാക്കിയത് അല്ലേ? പിന്നല്ലാതെ. അല്ലാതെ DK നിർബന്ധിച്ചിട്ടല്ല. ഹേ, അല്ലല്ല. കേക്ക് ഉണ്ടാക്കുന്നത് വെറുതെ ഈ സാധനങ്ങൾ കൊണ്ട് മാത്രമല്ല. നമ്മളൊരു ഇത്തിരി സ്നേഹം കൂടി അതിനകത്ത് ചേർക്കണം. എന്നാലേ കേക്കിന് രുചി ഉണ്ടാവും. അതെ, നീ അധികം അങ്ങ് നെഗളിക്കല്ലേ. നീ നോക്കിക്കോ, ഹരിപ്രിയയുടെ പിറന്നാളാ നടക്കാൻ പോകുന്നത്. ഹരിപ്രിയയുടെ മാത്രല്ല, ഇന്ന് സുപ്രിയ എന്റെയും പിറന്നാളാ. എന്തായാലും പിറന്നാള് കൊഴുക്കും. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാ നിന്റെ സ്ഥാനം പിന്നെ പുറത്തായിരിക്കും. എന്റെ സ്ഥാനം തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാ. നീയൊക്കെ നോക്കിക്കോ. ഈ കേക്ക് ഞാൻ ഹരിപ്രിയയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാ. പക്ഷേ പിറന്നാൾ ആഘോഷം തീരുമ്പോ നിങ്ങളൊക്കെ ഞെട്ടും. ഇന്നത്തെ പിറന്നാൾ ആഘോഷം ജ്യോതിക്ക് വേണ്ടിയുള്ള ആഘോഷമായി മാറ്റും. മാറ്റിയെടുക്കും ഞാൻ. ബേട്ടിയെ ഇതുവരെ കഴിഞ്ഞില്ലേ? ദേ കഴിഞ്ഞോണ്ടിരിക്കാമേ. അല്ല, നിങ്ങളെന്താ ഇവിടെ? അലങ്കാരത്തിന്റെ ജോലികളൊക്കെ നിങ്ങളല്ലേ ഏറ്റിരിക്കുന്നേ? ഗോ 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 ഗോ, യു ഗോ ടു അലങ്കാരം. ആ ബേട്ടി, ഞാൻ നിന്റെ മമ്മിയെ വിളിച്ചായിരുന്നേ. ആശലത വരില്ലെന്നാ പറഞ്ഞത്. അതെന്താ മമ്മി വരാത്തെ? നിന്റെ അച്ഛനെ കാണാൻ ജയിലിലേക്ക് പോകുന്നു എന്നാ പറഞ്ഞത്. ഞാൻ വിളിച്ചപ്പോ പോകാൻ തുടങ്ങുന്നു എന്നാ പറഞ്ഞത്. നീ വിഷമിക്കണ്ട മോളെ, ഉടനെ ജാമ്യം കിട്ടുമെന്നാ ആശലത പറഞ്ഞത്. ആ അതെ, നീ ഈ കേക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഞാൻ അപ്പുറത്തൊന്ന് നോക്കിയിട്ട് വരാം. സൂപ്പർ ടേസ്റ്റ് ആയിരിക്കണം. അമ്മയുടെ കഴിഞ്ഞ പിറന്നാൾ പോലെ ആവോ? നോ ബേട്ടി, യു മേക്കിംഗ് കേക്ക്, ഐ കം. ഓക്കേ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അവിടെ വെച്ചേക്ക്. ആരാ ഈ ഫ്ലവർ കൊണ്ടുവന്നത്? അറിയില്ല സർ, ഫ്ലവർ ഷോപ്പിൽ നിന്ന് കൊടുത്താന്നാ പറഞ്ഞേ. അപരിചിതരായ ആളുകൾ കൊടുത്തയക്കുന്നൊന്നും വാങ്ങി വെക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? വളരെ പ്രിയപ്പെട്ട ഒരാൾ കൊടുത്തു വിട്ടതാണെന്ന് പറഞ്ഞിട്ടാ ആ പയ്യൻ കൊണ്ടുവന്നേ. സുപ്രിയ, പണ്ട് നീ എന്നെ ഇങ്ങനെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോ ആരാ? ചെറുത് വേണ്ട, വലുതെന്ന് ഇരിക്കട്ടെ. ആ
അമ്മാ 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 ആരും ഇല്ലേ ഇവിടെ? ദാ വരുന്നു. അമ്മ എന്തെങ്കിലും താമ, സുഖമില്ലാത്ത കൊച്ചാണമ്മ. കഴിക്കാൻ എന്തെങ്കിലും വേണോ? കഴിക്കാനൊന്നും വേണമെന്നില്ല, കാശായിട്ട് എന്തേലും തന്നാ മതി. മോനെന്താ അസുഖം പറഞ്ഞേ? കുഞ്ഞിന് സുഖമില്ലാത്തതാണമ്മ. ശരി, ചേച്ചി ഇവിടെ നിൽക്ക, ഞാനിപ്പോ വരാം. അമ്മ